പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 31 വെള്ളി. പ്രധാന വാർത്തകൾ. സുൽത്താനേറ്റിൽ ചെറിയ വാഹനാപകടങ്ങളെ ഡ്രൈവർമാർ കൈകാര്യം ചെയ്യേണ്ടത് അറിഞ്ഞിരിക്കൽ പ്രധാനപ്പെട്ടതാണ്. വാഹനങ്ങൾക്ക് മാത്രം കേടുപാടുകൾ ഉള്ള അപകടങ്ങളാണ് ഈ വിഭാഗത്തിൽപ്പെടുക. മരണങ്ങളോ മനുഷ്യർക്ക് പരിക്കോ പൊതുസ്വകാര്യ സ്വത്തുക്കൾക്ക് നാശനഷ്ടമോ വരരുത്. കക്ഷികൾ തെറ്റ് സമ്മതിച്ചാൽ നാശനഷ്ടമുണ്ടായ വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്യുക. സിമ്പിൾ ട്രാഫിക് ആക്സിഡന്റ് ഫോം ഫിൽ ചെയ്ത് ഇരു കക്ഷികളും ഒപ്പുവെക്കുക. ഫോം സ്വീകരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇൻഷുറൻസ് പങ്കാളിത്തമില്ലാതെ സ്വന്തം നിലയ്ക്ക് വാഹനം നന്നാക്കുമെന്ന് സമ്മതിച്ചാൽ സിമ്പിൾ ട്രാഫിക് ആക്സിഡന്റ് ഫോറം പൂരിപ്പിച്ച് ഇരു കക്ഷികളും ഒപ്പുവെക്കുക. തങ്ങളുടെ വാഹനങ്ങൾ നന്നാക്കാനുള്ള അനുമതിക്ക് വേണ്ടി എല്ലാ കക്ഷികളും പോലീസ് സ്റ്റേഷനെ സമീപിക്കുക. വീഴ്ച വരുത്തിയയാളെ സംബന്ധിച്ച് തീർപ്പിൽ എത്തിയില്ലെങ്കിൽ കേടുവന്ന വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്യുക. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. വാഹനം റോഡിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുമായിരുന്നിട്ടും അത് ചെയ്തില്ലെങ്കിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയെന്ന നിയമലംഘനത്തിന് ഉത്തരവാദികളാകും. ഇവയുണ്ടെങ്കിൽ അപകടം നിസ്സാരമാകില്ല. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഒന്ന് സൈനിക സുരക്ഷാ സ്ഥാപനത്തിന്റെ വാഹനമാണെങ്കിൽ, വീഴ്ച വരുത്തിയ കക്ഷിയുടെ വാഹനം ഇൻഷുർ ചെയ്തില്ലെങ്കിൽ, കക്ഷികളിൽ ഒരാൾക്ക് കാലാവധിയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ, ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കക്ഷികളിൽ ആരെങ്കിലും മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അപകടത്തിൽപ്പെട്ട കക്ഷികൾക്ക് അതല്ലാതെ മറ്റുള്ള പൊതു സ്വകാര്യ സ്വത്തുവകകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദാഹിറ ഗവർണറേറ്റിലെ ബാത്ത് അവശിഷ്ടങ്ങൾക്ക് സമീപമുള്ള റാഖ അൽ മദ്ര സ്ഥലത്ത് നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങളിൽ വെങ്കലയുഗത്തിലെ വാസസ്ഥലം കണ്ടെത്തി. അമേരിക്കൻ ദൗത്യവുമായി സഹകരിച്ച് പൈതൃക ടൂറിസം മന്ത്രാലയം നടത്തിയ ഖനനങ്ങളിൽ BC 3200 മുതൽ 2700 വരെയുള്ള നിരവധി ശവക്കുഴികളും വെങ്കലയുഗത്തിലെ 4 കെട്ടിടങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. ഈ സീസണിലെ ഖനനങ്ങൾ ബാത്ത് പുരാവസ്തു സ്ഥലത്തിന്റെ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന റാഖ അൽ മദ്ര പ്രദേശത്തെ കേന്ദ്രീകരിച്ചായിരുന്നുവെന്ന് അമേരിക്കൻ പുരാവസ്തു ദൗത്യത്തിന്റെ തലവനായ പെൻസിൽവാനിയ സർവകലാശാലയിലെ ഡോക്ടർ ജെന്നിഫർ സുരേത പറഞ്ഞു. ഒമാനിൽ നടപ്പാക്കാൻ പോകുന്ന വ്യക്തിഗത ആദായ നികുതി നിയമത്തിന്റെ കരട് ശുപാർശകൾക്ക് ഒമാൻ സ്റ്റേറ്റ് കൗൺസിലും മജ്ലിസ് ശൂറയും അംഗീകാരം നൽകി. പ്രതിവർഷ വരുമാനം 50,000 റിയാലിന് മുകളിലുള്ളവരിൽ നിന്ന് 5% ആദായ നികുതി ഈടാക്കാനുള്ള കരട് ശുപാർശകൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. മധ്യവർഗത്തിന്റെ പ്രയോജനത്തിനായാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. വ്യക്തിഗത ആദായ നികുതിയിൽ ഗ്രാറ്റുവിറ്റിയോ മറ്റ് സേവനാവസാന ആനുകൂല്യങ്ങളോ വരുമാന സ്രോതസ്സുകളോ ആയി കണക്കാക്കേണ്ടതില്ലെന്നും ഇരു കൗൺസിലുകളും സമ്മതിച്ചു. നേരത്തെ 2,500 റിയാലിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന വ്യക്തികൾക്ക് പ്രതിവർഷം 30,000 റിയാലിൽ കൂടുതൽ വരുമാനം ആദായ നികുതി ചുമത്താനായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത്. നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ മിനിമം വരുമാനം വർദ്ധിപ്പിക്കുകയും മറ്റ് ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തുകയും വേണമെന്നും പറഞ്ഞു. അതേസമയം എല്ലാ വ്യവസ്ഥകളും പാലിക്കുന്നതുവരെ ആദായ നികുതി നിയമം നടപ്പാക്കുകയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദായ നികുതിക്ക് പകരം മൂല്യവർദ്ധിത നികുതി ഉയർത്താനുള്ള നിർദ്ദേശത്തെയും സർക്കാർ തള്ളിയിട്ടുണ്ട്. വാറ്റ് വർദ്ധിപ്പിക്കുന്നത് എല്ലാവരെയും ബാധിക്കുന്നതാണെന്നും അതേസമയം ആദായ നികുതി 30,000 റിയാലിന് മുകളിൽ വാർഷിക വരുമാനമുള്ള ജനസംഖ്യയിൽ 1% മാത്രം ബാധിക്കുകയുള്ളൂവെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കോർപ്പറേറ്റ് സെലക്ടീവ് മൂല്യവർദ്ധിത നികുതികൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് 2024 ഏകദേശം 1.4 ബില്യൺ റിയാലാണ് സമാഹരിച്ചത്. അതേസമയം വ്യക്തിഗത ആദായ നികുതി നടപ്പാക്കുന്നതിന് അന്തിമ തീരുമാനത്തിന് അംഗീകാരം കൂടി ലഭിക്കണം. തീരുമാനം നടപ്പിലായാൽ ആദായ നികുതി ഏർപ്പെടുത്തുന്ന ആദ്യ ഗൾഫ് രാജ്യമാകും ഒമാൻ. രാജ്യത്ത് വിവാഹപൂർവ്വ മെഡിക്കൽ പരിശോധനയും
നവജാത ശിശു നിരീക്ഷണ പദ്ധതിയും വ്യാപകമാക്കുന്ന പദ്ധതി ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ചു. ഔഖാഫ് മതകാര്യ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ മഅ്മരിയുടെ കാർമ്മികത്വത്തിലും ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സബ്ദിയുടെ സാന്നിധ്യത്തിലുമാണ് പരിപാടി നടന്നത്. നിലവിൽ 39% ദമ്പതികളാണ് വിവാഹപൂർവ്വ പരിശോധനയ്ക്ക് വിധേയരാകുന്നത്. എല്ലാ ദമ്പതികളെയും ഈ പരിശോധനയ്ക്ക് വിധേയരാക്കുകയാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. പാരമ്പര്യ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണിത്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ് പോലുള്ള ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ടോയെന്ന് പരിശോധിക്കുകയാണ് ഈ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ ആരോഗ്യ സേവന പദ്ധതി വിഭാഗം ഡയറക്ടർ ജനറൽ ഡോക്ടർ ബദരിയ അൽ റഷ്ദി പറഞ്ഞു. വിവാഹിതരാകാൻ പോകുന്ന എല്ലാ ഒമാനികളെയും വിദേശികളെ വിവാഹം കഴിക്കുന്നവരെയും വിവാഹപൂർവ്വ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതാണ് ദേശീയ ക്യാമ്പയിൻ. പരിശോധനയ്ക്ക് വേണ്ടി ദമ്പതിമാർ ഒരുമിച്ച് മെഡിക്കൽ കേന്ദ്രത്തിൽ എത്തേണ്ടതില്ല. അതേസമയം പകർച്ചവ്യാധിയുണ്ട് എന്നതുകൊണ്ട് വിവാഹാലോചനയിൽ നിന്ന് ഒഴിയേണ്ടതുമില്ല. വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിന് മുന്തിയ പരിഗണന നൽകും. വിവാഹാലോചന തുടരണമോ വേണ്ടയോ എന്നത് അതത് ദമ്പതിമാരുടെ തീരുമാനത്തിന് വിടും. വിവാഹത്തിന് മുമ്പ് മെഡിക്കൽ പരിശോധന നടത്തേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് സമൂഹത്തിൽ ബോധവൽക്കരണം വ്യാപകമാക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. വിവാഹ ഉടമ്പടി പൂർത്തിയാക്കുന്നതിന് നിർബന്ധിത വിവാഹപൂർവ്വ പരിശോധന ആവശ്യമാണെന്ന ഔദ്യോഗികതയുടെ വശം കൂടി ഇതിനുണ്ട്. നവജാത ശിശു നിരീക്ഷണം, വിവാഹപൂർവ്വ മെഡിക്കൽ പരിശോധന കാര്യക്ഷമമാക്കൽ എന്നിവയുടെ വ്യാപനം ഘട്ടം ഘട്ടമായാണ് രാജ്യത്തുടനീളം നടപ്പാക്കുക. മസ്കത്ത് ഗവർണറേറ്റിൽ 9 മാസം പൈലറ്റ് ഘട്ടം നടത്തും. തുടർന്ന് അൽ-ബാത്തിന നോർത്ത് സൗത്ത്, അൽ-ഷർഖിയ നോർത്ത് സൗത്ത് ഗവർണറേറ്റുകളിൽ 3 മാസവുമുണ്ടാകും. ഇതിനുശേഷം അൽ-ദാഹിറ, അൽ-വുസ്ത, അൽ-ദാഖിലിയ, മുസന്തം, ദോഫാർ, അൽ-ബുറൈമി ഗവർണറേറ്റുകളിലും ഈ കാലയളവിൽ പദ്ധതി നടപ്പാക്കും. രാജ്യത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പിഴകളിൽ ഇളവുകൾ ലഭിക്കുന്നതിന് നാളെ മുതൽ അപേക്ഷിക്കാം. ജൂലൈ 31 വരെ തൊഴിൽ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ തൊഴിൽ വിപണിക്ക് ഉണർവ് പകർന്ന് 60 ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള ഇളവുകളുടെയും സാമ്പത്തിക ഒത്തുതീർപ്പുകളുടെയും പാക്കേജിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മന്ത്രിമാരുടെ കൗൺസിൽ അംഗീകാരം നൽകിയിരുന്നത്. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിന് ഗുണകരമായ രീതിയിൽ വ്യക്തികളുടെയും ബിസിനസ് ഉടമകളുടെയും അവകാശങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഈ ഇളവുകൾക്കും മറ്റുമാണ് ഇന്നു മുതൽ അപേക്ഷിക്കാനാകുക. 7 വർഷം മുമ്പ് ലേബർ കാർഡുകൾ കാലഹരണപ്പെട്ട വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും തൊഴിൽ മന്ത്രാലയം റദ്ദാക്കിയിട്ടുണ്ട്. കൂടാതെ 2017-ലും അതിനു മുമ്പും രജിസ്റ്റർ ചെയ്ത കുടിശ്ശികകൾ അടയ്ക്കുന്നതിൽ നിന്ന് വ്യക്തികളെയും ബിസിനസ് ഉടമകളെയും ഒഴിവാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 10 വർഷമായി പ്രവർത്തനരഹിതമായിരുന്ന ലേബർ കാർഡുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കാർഡ് ഉടമകൾ അനുബന്ധ സേവനങ്ങൾക്ക് അപേക്ഷിക്കാത്തതിനാലാണ് റദ്ദാക്കിയിരിക്കുന്നത്. തൊഴിലാളി ഇവിടെ നിന്നും പോകൽ, സേവന കൈമാറ്റം, ഒളിച്ചോടിയ തൊഴിലാളിയുമായി രജിസ്റ്റർ ചെയ്യൽ എന്നിവ കൊണ്ടായിരുന്നു പുതുക്കാത്തതെങ്കിൽ കാർഡുകൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ലിക്വിഡേറ്റ് ചെയ്ത കമ്പനികളുടെ തൊഴിലാളികളെ നാടുകടത്തുകയോ അവരുടെ സേവനങ്ങൾ മറ്റ് കക്ഷികൾക്ക് കൈമാറുകയോ ചെയ്താൽ അവർക്കെതിരെ സാമ്പത്തിക ബാധ്യതകൾ എഴുതിത്തള്ളുമെന്നും മന്ത്രാലയം പ്രഖ്യാപിച്ചു. കൂടാതെ തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നതിനും ലേബർ കാർഡുകളുമായി ബന്ധപ്പെട്ട പിഴകളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നതിന് ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഗ്രേസ് പീരീഡും പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 1 മുതൽ 6 മാസം വരെയാണ് ഗ്രേസ് പീരീഡ്. ലൈസൻസ് പുതുക്കുകയും അടുത്ത കാലയളവിലേക്ക് പുതുക്കൽ തുക നൽകുക, ജോലി ഉപേക്ഷിച്ചതിന്റെ റിപ്പോർട്ട് റദ്ദാക്കുക, തൊഴിലാളിയുടെ സേവനങ്ങൾ കൈമാറ്റം ചെയ്യുക, തൊഴിലാളി രാജ്യത്ത് നിന്ന് അവസാനമായി പുറത്തു കടക്കുമ്പോൾ തൊഴിലുടമ വിമാന ടിക്കറ്റ് നൽകുക എന്നിവ ചെയ്താൽ മാത്രമേ ഇത് സാധ്യമാകൂ.
നടത്തം ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പൊതുവെ പറയാറ്. ഇപ്പോഴിതാ നടത്തം ഊർജാവശ്യം നിറവേറ്റുന്നതിനും ഉതകുമെന്നാണ് കണ്ടുപിടുത്തം. നടക്കുമ്പോഴുണ്ടാകുന്ന ചലനോർജം പുതുക്കാവുന്ന വൈദ്യുതിയാക്കി മാറ്റാമെന്നതിനാൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഇടനാഴികൾ ശുപാർശ ചെയ്യുകയാണ് ഒരു പറ്റം യുവ ഗവേഷകർ. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് രാജ്യത്ത് ഊർജ ഉൽപ്പാദന നടപ്പാതകൾ വേണമെന്ന ആശയം പങ്കുവച്ചത്. എനർജി ഹാർവസ്റ്റിംഗ് കോറിഡോർ, കൈനറ്റിക് എനർജി പാത്ത് എന്നും ഇവ അറിയപ്പെടുന്നു. ലോകത്തെ വിവിധ വികസിത രാജ്യങ്ങൾ ഇതിന്റെ സാധ്യതകൾ മുതലാക്കുന്നുണ്ട്. ജനങ്ങൾ കൂടുതലായി നടക്കാനെത്തുന്ന ഇടങ്ങളിൽ ഇവ ഘടിപ്പിച്ചാൽ ഊർജാവശ്യത്തിന് ഫോസിൽ ഇന്ധനങ്ങളെ അവലംബിക്കുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാനാകും. മനുഷ്യരുടെ നടത്തചലനങ്ങൾ പുതുക്കാവുന്ന ഊർജമാക്കി മാറ്റുന്ന ഊർജോത്പാദക നടപ്പാതകളാണ് തങ്ങളുടെ പ്രൊജക്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഐസ്ക്യൂയുവിലെ കോളേജ് ഓഫ് എക്കണോമിക്സ് വിദ്യാർത്ഥി റയ്യാൻ നാദിർ അൽജബ്രി പറഞ്ഞു. ശുദ്ധ ഊർജ പരിഹാരങ്ങളിലുള്ള നൂതനത്വങ്ങൾക്കും ഒമാന്റെ സുസ്ഥിരതാ ദർശനത്തിനും അനുസൃതമാണ് ഈ ആശയം. റയ്യാനും സഹപാഠികളും ചേർന്നാണ് ഈ ആശയം പ്രാവർത്തികമാക്കുന്നത്. പ്രവാസി തൊഴിലാളികളുടെ അനധികൃത താമസ സ്ഥലം നോർത്ത് അൽബാത്തിന മുനിസിപ്പാലിറ്റി അധികൃതർ പൊളിച്ചു. നിയമവിരുദ്ധ കെട്ടിടങ്ങൾക്ക് എതിരായ നടപടികളുടെ ഭാഗമായാണിത്. മുനിസിപ്പൽ ചട്ടങ്ങൾ പാലിക്കാതെ അനധികൃതമായി ഉടമസ്ഥതയിൽ വെച്ച കെട്ടിടങ്ങളും വസ്തുക്കളുമാണ് മുനിസിപ്പാലിറ്റിയുടെ ദി ഇമ്മീഡിയറ്റ് റിമൂവൽ കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. വിലായത്ത് സഹമിലെ ആധുനിക പാർപ്പിട കെട്ടിടങ്ങളുടെ ഇടയിലായിരുന്നു ഈ കെട്ടിടം. JCB ഉപയോഗിച്ച് കെട്ടിടം ഇടിച്ചു നിരത്തുകയായിരുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. നഗരാസൂത്രണ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പാർപ്പിട നിയമങ്ങൾ അനുസരിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിരുന്നു നടപടി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.